ഒരു രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ ആഭ്യന്തര യുദ്ധം മൂലം വലിയ കെടുതിയിലാണ്. അവരുടെ ഭക്ഷണമായി അവർ കഴിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഗാസയിലെ ആൾക്കാരെക്കുറിച്ചും നമ്മൾ റഫയിലെ ആൾക്കാരെക്കുറിച്ചും അവർക്ക് ഭക്ഷണമില്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഒരു രാജ്യത്തെ ജനങ്ങൾ ആഭ്യന്തര യുദ്ധം കാരണം ഭക്ഷണമില്ലാതെ കാട്ടുപുല്ല് കഴിച്ചാണ് ജീവിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. സുഡാനിലാണ് ഈ ഭീകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. സുഡാനിൽ ഒരു ഭീകരമായിട്ടുള്ള ആഭ്യന്തര യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് മുസ്ലിം ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഏറ്റുമുട്ടുകയാണ്. ക്രിസ്ത്യൻ പള്ളികളാണ് ഇവർ ഒളിച്ചിരിക്കാൻ തിരഞ്ഞെടുക്കുന്ന പ്രദേശം എന്ന് പറയുന്നത്. അങ്ങനെ ആ പള്ളികളിൽ കയറിയിരിക്കുമ്പോൾ ആ പള്ളികൾ അപ്പുറത്തുള്ള ഗ്രൂപ്പ് തകർക്കുകയാണ്. അവിടെയുള്ള ക്രിസ്ത്യാനികൾ വളരെയധികം ദുരിതത്തിലാണ്. മുസ്ലിങ്ങളുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. എന്തായാലും സൈന്യവും വിമത അർദ്ധ സൈനിക വിഭാഗവും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ഇതുമൂലം ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ വളരെയധികം പ്രയാസമായി. രാജ്യത്ത് വ്യാപാരമില്ല, കൃഷിയില്ല, ഭക്ഷണമില്ല, എല്ലാം നശിച്ചു പോയിരിക്കുന്നു. ഇതുമൂലം ആളുകൾ കടുത്ത പട്ടിണി നേരിടുകയും പതുക്കെ ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. വിശപ്പ് ശമിപ്പിക്കാൻ പുല്ല് കഴിച്ച് ജീവിക്കാൻ ആളുകൾ ശക്തമായ ഒരവസ്ഥയിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് വെടിയുണ്ടകൾ, മറുവശത്ത് പട്ടിണി. സുഡാനിലെ ജനങ്ങൾക്ക് ചുറ്റും മരണം. ഇതാണ് അവർ നിലവിൽ നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. മാധ്യമ റിപ്പോർട്ട് പ്രകാരം സുഡാനിലെ പല ഭാഗങ്ങളിലും ക്ഷാമം ഉടലെടുത്തിട്ടുണ്ട്. ഇതുമൂലം ആളുകൾ തങ്ങളുടെ കുട്ടികൾക്ക് വിശപ്പകറ്റാൻ കാട്ടുപോത്തുകളും കളകളും ഉപ്പിൽ തിളപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് രാജ്യം മുഴുവൻ വിനാശകരമായിട്ടുള്ള യുദ്ധത്തിനും വ്യാപക വിശപ്പിനുമെതിരെ പോരാടുകയാണ്. ഇവിടെ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ എല്ലാവരും വെടിയുണ്ടയും വിശപ്പുമാണ് നേരിടുന്നത്. ഭക്ഷണത്തിനായി പാടുപെടുന്നവരിൽ ഒരു സ്കൂൾ അധ്യാപകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സുഡാനിലെ ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് അതിനാൽ അവർ വിശപ്പടക്കാൻ പുല്ലും കാട്ടുപോത്തും കഴിച്ച് ജീവിക്കുന്നു. പ്രാച്ച കോറോ എന്ന ഇല വിശക്കുന്ന ആളുകൾക്ക് ഒരു താങ്ങായി മാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷിയില്ല, ഭൂമിയില്ല, റോഡുകൾ എല്ലാം നശിച്ചു. കൊള്ളയടിക്കൽ സംഭവങ്ങൾ അവിടെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഏകദേശം 2 കോടിയിലധികം ആളുകൾ പട്ടിണി അവിടെ നേരിടുകയാണ്. 10 ലക്ഷത്തിലധികം ആൾക്കാർ ഇതിനോടകം തന്നെ അവിടെ പലായനം ചെയ്തു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. രാജ്യത്ത് 2 കോടി ജനങ്ങൾ പട്ടിണിയും കലാപകാരികളുടെ വെടിയുണ്ടകളും അരക്ഷിതാവസ്ഥയും നേരിടുന്നു. 2023 രാജ്യത്ത് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം നിരപരാധികൾ ഭയാനകരമായിട്ടുള്ളൊരു സാഹചര്യം നേരിടുന്നു. തുടക്കത്തിൽ തലസ്ഥാനമായിട്ടുള്ള ഖാർത്തൂമിൽ മാത്രമാണ് സംഘർഷം ആരംഭിച്ചത്. എന്നാൽ പിന്നീട് അത് രാജ്യമെമ്പാടും വ്യാപിച്ചു. യുദ്ധത്തിൽ 20,000-ലധികം ആൾക്കാർ മരിച്ചു. അതേസമയം 13 ദശലക്ഷം ആളുകൾ വീട് വിട്ടു പോകാൻ നിർബന്ധിതരായി എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വാർത്തകളൊന്നും തന്നെ ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കില്ല. കാരണം സുഡാനാണ്, ആഫ്രിക്കയാണ്, കറുത്ത വർഗ്ഗക്കാരാണ്, അവർ അടിമകളായി കഴിയേണ്ട ആൾക്കാരാണ് എന്നുള്ള ചിന്താഗതി, ആ ഒരു മ്ലേച്ഛ ചിന്താഗതി ഇന്നും ജനങ്ങളുടെ മനസ്സ് വിട്ട് പോയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവങ്ങളുള്ള രാജ്യങ്ങളൊന്നും തന്നെ വാർത്തയാകാതെ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.